ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ചിക്കൻ സ്റ്റാർട്ടർ, ചിക്കൻ ഹരിയാലി ടിക്ക. ഇത് ഞാൻ ഓവനില്ലാതെ നമ്മളുടെ വിറകടുപ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. തന്നെയുമല്ല, ഇതിലൊട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള എണ്ണയും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതൊരു വെറൈറ്റി സ്റ്റാർട്ടറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിവ്യൂസ് എന്നെ അറിയിക്കണം. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു ക്ലീൻ ബൗളിലേക്ക് ബോൺലെസ് ചിക്കൻ പീസാക്കിയത് 400 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഈ ഉപ്പ് നാരങ്ങ നീര് നല്ലോണം ചിക്കൻ പേസ്റ്റിലൊന്ന് പിടിക്കണം. അതിനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഹരിയാലി ചിക്കൻ ടിക്കയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാമേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് 1/4 കപ്പ് പുതിനയിലയും 1/4 കപ്പ് മല്ലിയിലയും 5 വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി പീസാക്കിയത്, 2-3 പച്ചമുളക്. ഞാനിവിടെ വലിയ പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് കുതിർത്തത് 6 എണ്ണം. ഇനി 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഗ്രൈൻഡ് ചെയ്ത മസാല പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ ചിക്കൻ ഇനി നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ ഓരോ പീസായിട്ട് സ്ക്യൂവറിൽ കോർത്ത് കൊടുക്കാം. ഞാനിവിടെ മെറ്റൽ സ്ക്യൂവേഴ്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വുഡൻ സ്ക്യൂവേഴ്സ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ മെറ്റൽ സ്ക്യൂവർ ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചേ ഉള്ളൂ. ഞാനൊരു 5 പീസ് വീതമാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ എല്ലാ സ്ക്യൂവേഴ്സിലും നമുക്ക് ചിക്കൻ കോർത്ത് കൊടുക്കാം. നമ്മളിന്ന് അടുപ്പിലാണ് ചിക്കൻ പാകം ചെയ്യാൻ പോകുന്നത്. ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഓവൻ്റെ വയറാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് കോട്ട് ചെയ്യാത്ത ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി സ്ക്യൂവേഴ്സ് ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അടുപ്പിൻ്റെ 2 സൈഡിൽ ഞാൻ ഓരോ ഇഷ്ടിക വെച്ചിട്ടുണ്ട്. വയറാക്കപ്പ് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് തീ കയറി പിടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കരിയാൻ സാധ്യതയുണ്ട്. ഇതിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മളിവിടെ അല്പം പോലും എണ്ണ ഉപയോഗിക്കുന്നില്ല. എണ്ണ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ചിക്കൻ ടിക്ക നന്നായിട്ട് റെഡിയായി കിട്ടും. നമ്മുടെ ഹരിയാലി ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റി സ്റ്റാർട്ടറാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്